പ്രായഭേദമന്യേ ഒരു നാട് 1.5 ലക്ഷത്തോളം മുട്ടുസൂചികൾ പൂക്കളിൽ കുത്തി ഒരുക്കിയപ്പോൾ ആര്യനാട് പാലൈക്കോണത്ത് വിരിഞ്ഞത് സൗഹൃദ പൂക്കളം. അണ്ണാൻ കുഞ്ഞും അമ്മയും തമ്മിലുള്ള സ്നേഹവും കരുതലും ഈ കൂട്ടായ്മയുടെ കഥ തന്നെയാണെന്ന് പറയുകയാണ് സുഭാഷും കൂട്ടരും. തിരുവനന്തപുരത്ത് നിന്നും അരുണിമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിവിധ തരം പൂക്കൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളം ഒരുക്കി വീടുകളിൽ ഓണം ആഘോഷിക്കുമ്പോൾ ക്ലബ്ബുകളും കൂട്ടായ്മകളും അത്തപ്പൂക്കളത്തെ എങ്ങനെ വേറിട്ടതാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അത്തരത്തിലൊരു സൗഹൃദ കൂട്ടായ്മയിൽ വിരിഞ്ഞതാണ് ആര്യനാട് പാലൈക്കോണത്തെ അത്തപ്പൂക്കളം. ഭക്ഷണം പങ്കിടുന്ന അണ്ണാൻ കുഞ്ഞും അമ്മയും. ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ അമ്മയും കുഞ്ഞും, അവിടെ ഒരു സ്നേഹം, അമ്മയുടെ സ്നേഹം ഏറ്റവും വലുതാണെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഏകദേശം പണി കഴിയാൻ വേണ്ടി 2 മാസത്തോളം കാലമെടുത്തു. കാരണം ഇത് സ്കെച്ച് ചെയ്ത് ഇതിനെ കമ്പി കൊണ്ട് ഫ്രെയിം ചെയ്ത് അതിനെ വെൽഡ് ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്ത് സൺ ബാക്കും അതേപോലത്തെ തെർമോകോൾ ഷീറ്റൊക്കെ കവർ ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്ത് വൈക്കോലൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് എന്നിട്ടാണ് ഇതിൽ മുട്ടപ്പിന്നും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫ്രെയിം സെറ്റായി വരാൻ തന്നെ കുറച്ച് കാലം എടുക്കും. അങ്ങനെ ഇത് നമ്മൾ അത് പോയിട്ടെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂ വയ്ക്കുന്നതാണ്. ഈ വാടാമുല്ല പൂവെന്ന് പറയുമ്പം സ്പേസ് കവർ ചെയ്ത് പെട്ടെന്ന് വരില്ല, കുഞ്ഞു പൂവാണ്. അപ്പോൾ അതിൽ ഓരോ മുട്ടപ്പിന്ന് കോർത്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് വരാൻ ഒരുപാട് താമസം എടുക്കും. 7 അടിക്ക് മുകളിൽ ഉയരമുള്ള ഈ രൂപം തയ്യാറാക്കിയിരിക്കുന്നത് 1.5 ലക്ഷത്തോളം മുട്ടുസൂചികൾ ഉപയോഗിച്ചാണ്. 1 ലക്ഷത്തിന് മുകളിൽ മുട്ടുസൂചി നമുക്കായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങൾ മധുരയിൽ നിന്നാണ് കൊറിയർ വരുത്തിയാണ്. മധുരയിൽ നിന്ന് കൊറിയർ വരുത്തിയാണ് മുട്ടുസൂചി എടുത്തത്. ഇവിടെ ആകുമ്പോൾ നല്ല റേറ്റാവും, മറ്റാവില്ല. എന്നിരുന്നാലും 10-20,000 രൂപയ്ക്ക് പുറത്ത് പോയി. ഞങ്ങൾ ഇതിൻ്റെ സ്കെച്ച് ഇടും, ഈ പടത്തിൻ്റെ DTPയിൽ ഒരു സ്കെച്ച് ഇടും. അത് എത്രത്തോളം വലുപ്പത്തിൽ വേണം നമ്മൾ ചെയ്യാനെന്നുള്ളൊരു അളവ് പുള്ളിക്കാരെടുക്കും. അത് ഞങ്ങൾ തറയിൽ ആ ഡിസൈൻ വരച്ചതിന് ശേഷം നമ്മുടെ കോൺക്രീറ്റ് കമ്പിയുണ്ട്, ആ കമ്പി ഈ ഷേപ്പിന് വളച്ച് തട്ടിൻ്റെ പണിക്കാരൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് വളയ്ക്കാനൊന്നും ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വളച്ച് അതിനൊരു 3D സ്ട്രക്ചറായിട്ട് എടുക്കും. ആ സ്ട്രക്ചർ എടുത്തതിന് ശേഷം അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ തട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം പച്ച ഈറ കീറി വരിഞ്ഞ് ഇതിൻ്റെ ഒരു 3D ഷേപ്പ് കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം വൈക്കോല് വാങ്ങി ചുറ്റി കുറച്ചുകൂടെ ഷേപ്പാക്കി എടുത്ത് ചാക്കുനൂര് കെട്ടിയെടുക്കും. അതിന് ശേഷം ഈ തെർമാക്കോളിൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തെർമാക്കോളുണ്ട്, സ്റ്റൈറോഫോം എന്നാണ് പറയുന്നത്. അതുകൂടെ വെച്ച് കെട്ടി നല്ല രീതിയിൽ ഷേപ്പാക്കി എടുത്തതിന് ശേഷമാണ് മുട്ടുപിന്ന് കൊരുത്ത് പൂവ് ഇതിൽ ചേർക്കുന്നത്. ഞങ്ങളൊരു 2 മാസം കിടക്കെ തന്നെ ഇതിൻ്റെ കമ്മിറ്റി വിളിച്ച് ഇതിൻ്റെ പ്രാരംഭ പരിപാടികളെല്ലാം അവിടെ ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് നിർത്തി ഏകദേശം 1 മാസത്തിനോളമുള്ള പ്രോഗ്രാം ചെയ്താണ് ഇത് ഇത്രയും ഭംഗിയായ രീതിയിൽ നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. സൗഹൃദ കൂട്ടായ്മയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ഓണപ്പൂക്കളങ്ങൾ ഇവർ തയ്യാറാക്കി വരുന്നു. ഓണമെന്നാൽ ആഘോഷത്തിൻ്റേത് മാത്രമല്ല, സൗഹൃദങ്ങളുടേത് കൂടെയാണെന്ന് ഈ കൂട്ടായ്മ തെളിയിക്കുകയാണ്. ക്യാമറാമാൻ വൈശാഖിനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.